ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നത്. സാധാരണ നമ്മൾ നൈസ് പത്രിക്കൊക്കെ പൊടി വാട്ടുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 കപ്പ് വെള്ളം വെച്ചത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി 1 കപ്പ് റവി രണ്ടും ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി കപ്പ് അളവ് നിർബന്ധമൊന്നുമില്ല. നിങ്ങളൊരു ഗ്ലാസ്സിനോ അല്ലെങ്കിൽ ചെറിയൊരു ബൗളിനൊക്കെ അളന്നെടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്ത മാവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉൾഭാഗമൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. എള്ളിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകവും ചേർക്കാം കേട്ടോ. എള്ളും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ചൂടാറിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ചൂടോട് കൂടി കുഴച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ചൂടാറിയിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് കുറച്ച് വലിയ ഉരുളാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു 2 ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് പൊടിയിട്ടിട്ട് പലകമേ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ടല്ല നമ്മൾ പരത്തിയെടുക്കുന്നത്, കുറച്ച് കനത്തോടു കൂടിയാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത്രയും പരത്തി എടുത്താൽ മതി, ഒരുപാട് തിന്നാക്കരുത്. അതിന് ശേഷം നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലോ ഓയിലിലോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ വേണം ഫ്രൈ ആക്കാൻ കേട്ടോ. ഇതിന്നൊരു 16 ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ടതിന് ശേഷം 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മളിത് കോരിയെടുക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ബീഫ് റോസ്റ്റിൻ്റെ കൂടെ ചിക്കൻ അതിന് കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസ് വയ്ക്കും എന്തിൻ്റെ കൂടെയാവും ടേസ്റ്റ് എന്ന്. ഇതിനി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ കോഫിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ആയതിനു ശേഷം ഞാനിത് ഓയിലിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ചൂടായിട്ടുള്ള ഓയിൽ വേണം കേട്ടോ. എന്നാൽ എണ്ണയൊന്നും കുടിക്കൂല. എല്ലാവരും വിചാരിക്കും എണ്ണ കുടിക്കും അരിപ്പൊടിയായത് കാരണം എണ്ണയൊന്നും കുടിക്കൂല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.